പഴയങ്ങാടി വെങ്ങരയിലെ അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന ഭാരവാഹികൾ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. പഴയങ്ങാടി വെങ്ങര നടക്കുതാഴയിലെ റീമ ജൂലൈ 20-നാണ് കുഞ്ഞുമായി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി മരിച്ചത്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നാണ് കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പഴയങ്ങാടി പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നാണ് വീട്ടുകാരുടെ പരാതി. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. റീമയ്ക്കും കുഞ്ഞിനും നീതി ഉറപ്പാക്കണമെന്നും കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ ഉഷ പറഞ്ഞു. ഇത് നിലവിലെ അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നതായിട്ട് അവർക്കൊരു മനസ്സിൽ അവർക്കൊരു തൃപ്തിയല്ല. കാരണം ഇത്ര 9 ദിവസമായിട്ടും അവര് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോഴും അവർക്ക് കിട്ടുന്ന മറുപടി ഒരു തൃപ്തികരമല്ല. ഗാർഹിക പീഡനത്തിന് ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള പീഡനം അനുഭവിച്ചാൽ മാത്രം ഒരുപാട് സ്ത്രീകളും ഏറെ സഹികെട്ടാൽ മാത്രമേ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനും പരാതി കൊടുക്കാനൊക്കെ ഈ കാലഘട്ടത്തിലും സ്ത്രീകൾ തയ്യാറാവുന്നുള്ളൂ. ചെറിയ പീഡനങ്ങളെല്ലാം ഇപ്പോഴും സഹിക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഏറെ ബന്ധപ്പെടുമ്പോൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം അത്തരത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വേറെ പീഡനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തിന് നീതി എന്തായാലും ഉറപ്പാക്കണം, അത് അത്യാവശ്യമാണ്. കാരണം ആ അച്ഛന്റെ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മകള് കുഴിയിൽ നിന്ന് എണീറ്റ് വന്നിട്ട് വേണോ തെളിവ് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും കണ്ണു നിറഞ്ഞു പോയിന് ആ വാക്ക് കേൾക്കുമ്പോൾ. ആ തരത്തിലുള്ള ഒരു ദുഃഖിക്കുന്ന കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. റീമയുടെ വെങ്ങരയിലെ വീടും സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടറി KM സപ്ന, മണ്ഡലം സെക്രട്ടറി രേഷ്മ പരാഗൻ, P രാജലത, T പ്രീത, T ശ്രീലക്ഷ്മി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.